നമ്മുടെ ബഹുമാന്യനായ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ജർമ്മനിയിൽ പോയി നടത്തിയ വിശ്വവിഖ്യാതമായിട്ടുള്ള പ്രസംഗമൊക്കെ എല്ലാവരും അറിഞ്ഞു കാണും. സത്യത്തിൽ ചോദിക്കാനുള്ളത് ലേശം ഉളുപ്പ് അതുണ്ടോ എന്നുള്ളതാണ്. ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ചിലപ്പോൾ നിങ്ങൾ പോലും തിരിച്ചു ചോദിക്കും, ഇത് ചോദിക്കാൻ എനിക്ക് ഉളുപ്പില്ലേ എന്ന്. അത് കേട്ടിട്ട് എൻ്റെ തൊലിയുരിഞ്ഞു പോകും. അതായത് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ട് നാഴികക്ക് 40 വട്ടം ഇന്ത്യയെ വിദേശ രാജ്യങ്ങളിൽ പോയി കുറ്റം പറയുക. ഇനിയിപ്പോൾ കുറ്റം പറയുന്നത് മാറ്റി നിർത്തുക. കുറ്റം പറഞ്ഞോട്ടെ, നാക്കിന് എല്ലില്ലല്ലോ, എന്തോ വേണേ പറയട്ടെ എന്ന് വിചാരിക്കാം, നമുക്കങ്ങ് സഹിക്കാം. പക്ഷേ ചെയ്യുന്ന ഒരുമാതിരി തെമ്മാടിത്തരം ഉണ്ടല്ലോ, അത് സഹിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാമോ? ഇത്തവണ മൂപ്പര് പോയപ്പോൾ ഈ വിദ്വാൻ ജർമ്മനിയിൽ പോയത് സോറോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളെയല്ല, അനേകം പേരെ കാണാനാണ്, ഒരുപാട് പേരെ കാണാനാണ്. നിരവധി പേരെ ഇത്തവണ കണ്ടു. വേറെ ഒന്നുമല്ല ലക്ഷ്യം. മോദിജി ആ കസേരയിൽ കയറി ഇരുന്നിട്ട് ഇറങ്ങിപ്പോകുന്നില്ല. ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള വിക്രിയകളൊക്കെ ഇവിടെ നടത്തി നോക്കി. അതായത് അവിടെ പോയിട്ട് ജർമ്മനി പോയിട്ട് തന്നെ പറഞ്ഞു, BMW ഇന്ത്യയിലെ ഉൽപാദനമൊക്കെ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഒച്ചിഴയുന്നതിനേക്കാളും കഷ്ടത്തിലാണ് ഇവിടെ ഇഴഞ്ഞു നീങ്ങുന്നത് എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഈ വിദേശ കമ്പനികൾ എന്ത് ചെയ്യും? നമ്മുടെ രാജ്യത്ത് നിക്ഷേപിക്കുന്നത് കുറയും, അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ വരില്ല. നമ്മളാണെങ്കിൽ ഇവിടെ ഇരുന്ന് നിരന്തരം പറഞ്ഞു, നമ്മളിപ്പോൾ 3-ാം സ്ഥാനത്ത്, GDP ലോക സമ്പദ് വ്യവസ്ഥയുടെ 3-ാം സ്ഥാനത്തേക്ക് നമ്മൾ കടക്കുന്നു എന്നുള്ള വാർത്തകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിൽ സന്തോഷ പുളകിതരായിരിക്കുകയാണ്. പക്ഷേ ഈ മൂപ്പിലാനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള പുളകവും ഇല്ല. മൂപ്പിലാനെ പുളകം കിട്ടണമെന്നുണ്ടെങ്കിൽ 4 ചീത്ത ഇന്ത്യയെ കുറിച്ച് പറയണം, അല്ലെങ്കിൽ മോദിയെക്കുറിച്ച് പറയണം. അപ്പോൾ അവിടെ പോയിട്ട് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന മുഴുവനും അട്ടിമറിച്ചുകൊണ്ടാണ് മോദിയുടെയും BJPയുടെയും മുന്നേറ്റം എന്നൊക്കെയാണ് അങ്ങ് തള്ളിമറിച്ചത്. ഈ തള്ളിമറിക്കുമ്പോൾ ശരിയാണ്, അവിടെയുള്ള കുറച്ചു പേർക്ക് താല്പര്യമൊക്കെ കാണും. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ലഡാക്കിൽ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ കലാപത്തിന് ഒരുങ്ങിയത്. അവിടെ സംസ്ഥാന പദവി ലഭിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയൊക്കെ നടന്ന് അതിലൊരു ധാരണയൊക്കെ ആയിരിക്കുന്ന സമയത്താണ് പൊടുന്നനെ ഈ ഒരു ആവേശം ഈ സോനം വാങ്ചുക്കിനൊക്കെ വന്നത്. അത് പിന്നെ അങ്ങ് കെട്ടടങ്ങി പോയി കേട്ടോ. മറ്റൊരു കാര്യം അഗ്നിവീറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അഗ്നിവീറുകളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹം വന്ന് വലിയ പ്രസ്താവനകൾ നടത്തുന്നു. ഇത് എല്ലാവരെയും, ജൻസികളെ മുഴുവനും നിരത്തിലേക്ക് ഇറക്കി വിടുന്നു. ഒരു വിധത്തിൽ അത് കേന്ദ്ര സർക്കാർ അതിനെ അടിച്ചമർത്തുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഇന്ത്യ ഡെഡ് എക്കോണമിയാണെന്ന്. അല്ലടോവേ, നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇന്ത്യ ഡെഡ് എക്കോണമിയാണെന്ന്? അവസാനം കോൺഗ്രസ് പോലും പറഞ്ഞു, ഈ നാവ് പുറത്തേക്ക് ഇടണ്ട, അധികം ചലിപ്പിക്കണ്ട, ചലിപ്പിച്ചു കഴിഞ്ഞിട്ട് അത് കോൺഗ്രസിന് വരെ ബാധ്യതയാകുന്നുണ്ട് എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ വന്നു. അതോടുകൂടി മൂപ്പരാൻ പറഞ്ഞു, ഞാൻ എപ്പോൾ പറഞ്ഞ് എന്നായി ചോദ്യം. അതായത് ഇദ്ദേഹത്തിന് പറയുന്നതൊക്കെ അങ്ങോട്ട് പിന്നീട് പിൻവലിക്കേണ്ടി വരുന്ന അവസ്ഥ. 2024 വോട്ട് യാത്ര നടത്തി 2 വട്ടം. ഈ 2 വട്ടം നടത്തിയിട്ട് വല്ല ചുക്കും ചുണ്ണാമ്പും കൂടെ സംഭവിച്ചു. മോദിജി വളരെ ഗംഭീരമായിട്ട് തന്നെ അധികാരത്തിൽ വന്നു. മോദിജി എന്ന് പറയുമ്പോൾ ചൊറിയുന്നുണ്ടെങ്കിൽ ഇനി അത് വേണ്ട, BJP അധികാരത്തിൽ വന്നു. BJP അധികാരത്തിൽ വരുന്നത് വെറുതെ ഇരുന്നിട്ടല്ല, പണിയെടുത്തിട്ടാണ്. ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടാണ്. ഇദ്ദേഹം പോയി കണ്ടിട്ടുള്ള ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, സോറോസുമായി ബന്ധപ്പെട്ടവരാണ്. ഈ സോറോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചു പേരെ കാണുന്നുണ്ട്. ഈ കണ്ടവരുടെ പേരിൽ ഒരാളുടെ പേര് കൊർണേലിയ വോൾ എന്നാണ്. ഇന്ത്യയിൽ അടുത്ത കലാപമോ കുഴപ്പങ്ങളോ ഒക്കെ സൃഷ്ടിക്കാനുള്ള ഒരു ടൂൾ കിറ്റ് നേടിയിട്ടാണ് ഈ വിദ്വാൻ ജർമ്മനിയിൽ പോയത്. അപ്പോഴാണ് കൊർണേലിയ വോളിനെ കാണുന്നത്. ഇത് ഈ പറയുന്ന വ്യക്തി, ഈ കൊർണേലിയ വോൾ എന്ന് പറയുന്ന വ്യക്തി സോറോസിന്റെ അനുയായികൾ വളരെ അടുത്ത ആളാണ്. അപ്പൊ ഇരുവരും തമ്മിൽ വളരെയധികം കൂടിക്കാഴ്ചകളൊക്കെ നടത്തുന്നുണ്ട്. സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് ട്രസ്റ്റി ആയിട്ടുള്ള ആളാണ് ഈ കൊർണേലിയ വാൾ എന്ന് പറയുന്നത്. മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കത്തിന് പിന്തുണയ്ക്കുന്ന ഒരാളാണ്. മറ്റൊരാള് ഡാനിയേല ഷ്വാസർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ബെർട്ടൽസ്മാൻ സ്റ്റിഫ്റ്റുങ് എന്ന് സോറോസുമായി ബന്ധമുള്ള ഒരു സംഘടനയുടെ ഡയറക്ടറാണ് ഈ പറഞ്ഞിട്ടുള്ള ഡാനിയേലയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. 2021 മുതൽ 2023 വരെ ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ യൂറോപ്പിലെയും യൂറേഷ്യയിലെയും പ്രസിഡന്റ് ആയിരുന്നു ഈ പറയുന്ന വനിത.
ജർമ്മൻ കൗൺസിൽ ഓഫ് ഫോറിൻ റിലേഷൻസിന്റെ ഡയറക്ടറുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സ്ത്രീയുമായിട്ടും ചർച്ച നടത്തിയിട്ടുണ്ട്. മറ്റൊരാൾ ഡോക്ടർ തോർസ്റ്റൻ ബെന്നർ ആണ്, രാഹുൽ ഗാന്ധി ജർമ്മനിയിൽ കൂടിക്കാഴ്ച നടത്തിയ മറ്റൊരു വ്യക്തി. ബെർലിനിലെ ഗ്ലോബൽ പബ്ലിക് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറാണ് ഈ പറഞ്ഞിട്ടുള്ള വ്യക്തി. ബെന്നർ എന്ന് പറയുന്ന വ്യക്തി 2014 മുതൽ 2021 വരെ GPPIക്ക് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ധനസഹായം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളൊക്കെ. അപ്പോൾ ഈ പറയുന്ന ആളുകളെയൊക്കെയാണ് ഇദ്ദേഹം പോയിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു വനിത തന്നെയാണ്, ഡോക്ടർ മനീഷ് റിയൂട്ടർ. ECFR എന്ന കൗൺസിൽ ഫോർ ഫോറിൻ റിലേഷൻസിൽ സീനിയർ പോളിസി ഫെലോ ആയിട്ടുള്ള ആളാണ്, ഈ വനിതയാണ് ഇവർ. അപ്പോൾ ഇവരുമായിട്ടൊക്കെയാണ് രാഹുൽ ഗാന്ധി വളരെ കൂലങ്കഷമായിട്ടുള്ള ചർച്ച നടത്തിയിട്ടുള്ളത്. ഈ കൂലങ്കഷമായിട്ടുള്ള ചർച്ച രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ നമ്മൾ ഇതിനെ എത്രയൊക്കെ പുച്ഛിച്ചു പറഞ്ഞാലും രാഹുൽ ഗാന്ധി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഒരു പോസ്റ്റ് വഴിയാണ് എൻ്റെ മുന്നിലേക്ക് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ എത്തിയിട്ടുള്ളത്. ആ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ 2 ഇൻസിഡൻസ് ആണ്. ഈ 2 ഇൻസിഡൻസും രാഹുൽ ഗാന്ധി ഇരിക്കുന്ന ആ ഒരു കസേരയുണ്ടല്ലോ, പ്രതിപക്ഷ നേതാവിൻ്റെ കസേര, ആ കസേരയെ വിലമതിക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കും. അത് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാം. ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പ്രേം ശൈലേഷ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വർഷം 1996, ചരിത്രത്തിൽ ആദ്യമായി അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയപ്പോൾ, BJPക്ക് ആദ്യമായി ഒരു ഭരണം കിട്ടി, ഒരു പ്രധാനമന്ത്രി ചുമതലയേറ്റപ്പോൾ സ്ഥാനമൊഴിഞ്ഞത് പ്രതിപക്ഷ നേതാവായത് അതുവരെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹ റാവു ആയിരുന്നു. അപ്പോൾ BJP റാവുവിൻ്റെ കാലത്ത് അദ്ദേഹത്തെ ധാരാളം ആരോപണങ്ങളിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്, അഴിമതികൾ ഉന്നയിച്ചിട്ടുണ്ട്, പ്രീണന രാഷ്ട്രീയത്തെ വിമർശിച്ചിട്ടുണ്ട്. അതിനെല്ലാം രാഷ്ട്രീയമായ റാവു തിരികെ മറുപടിയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവായി മാറിയ നിമിഷം സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റ വാജ്പേയിക്ക് ഒരു രഹസ്യ ചീട്ട് അദ്ദേഹം കൊടുത്തയക്കുന്നുണ്ട്. ദൂതൻ വഴിയാണ് ഇത് കൊടുത്തയക്കുന്നത്. ഫിനിഷ് ദ അൺഫിനിഷ്ഡ് ടാസ്ക് എന്നായിരുന്നു ആ കുറിപ്പ് ഉണ്ടായിരുന്നത്. ഇന്ത്യയെ ഒരു ന്യൂക്ലിയർ ശക്തിയാക്കുക എന്ന തനിക്ക് സാധിക്കാൻ പറ്റാതെ പോയ അമേരിക്കയുടെ സമ്മർദ്ദം മൂലം പാതി വഴിയിൽ ഉപേക്ഷിച്ച പദ്ധതി പൂർത്തീകരിക്കുക എന്ന സന്ദേശമായിരുന്നു അത്. വാജ്പേയി പ്രധാനമന്ത്രിയാകുന്നത് അമേരിക്കയ്ക്ക് താല്പര്യമുള്ള കാര്യമായിരുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, അമേരിക്കയുടെ താല്പര്യങ്ങൾ അന്ധകാലത്തിലെ കോൺഗ്രസ് കുടുംബം അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി നടപ്പിലാക്കി വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അമേരിക്കയ്ക്ക് അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നത് താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ഈ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുവെന്ന് അമേരിക്കയ്ക്ക് നല്ല രീതിയിൽ സംശയമുണ്ടായിരുന്നു. അത് മുതലെടുക്കാൻ അമേരിക്കയെ കൂട്ടുപിടിച്ച് BJPയെ പ്രതിരോധത്തിലാക്കാം എന്നല്ല റാവു ചിന്തിച്ചത്. തനിക്ക് കഴിയാതെ പോയത് മറ്റൊരാൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യട്ടെ എന്നതായിരുന്നു. അപ്പോൾ ആ മാതൃകയെ നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, വർഷം 2013-14 കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. AK ആന്റണി പ്രതിരോധ മന്ത്രിയായ സമയം അഴിമതി ആരോപണം ഭയന്ന് ഈ റഫേൽ വിമാനങ്ങൾക്കുള്ള ഓർഡർ നീണ്ടു പോയിരുന്ന കാലം. ഒടുവിൽ 1,00,000 കോടി അഴിമതികൾ ഇന്ത്യക്കാർക്ക് തമാശയായി മാറിയ ആ കാലത്ത് റഫേൽ വാങ്ങാതിരിക്കാനായിട്ട് AK ആന്റണി കാരണം നിരത്തി. റഫേൽ വാങ്ങാൻ നമുക്ക് പണമില്ല. അന്ന് അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം അഴിമതി ആരോപണം ഉന്നയിക്കാനോ ആന്റണിയെ പ്രതിരോധത്തിലാക്കാനോ പോയില്ല. മറിച്ച് ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ്, നിങ്ങൾ എത്രയും വേഗം ആ വിമാനങ്ങൾ വാങ്ങാനുള്ള നടപടികൾ ആരംഭിക്കൂ, ബാക്കിയൊക്കെ പിന്നെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ 2 കാലഘട്ടങ്ങളിൽ ഇന്ത്യയെ 2 ശക്തമായ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാക്കൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളാണ് ഈ പറഞ്ഞ 2 ഇൻസിഡൻസും. ഈ 2 പേരുടെയും നിലപാടിന് ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വില നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരു കാലത്ത് നരസിംഹറാവുവും അടൽ ബിഹാരി വാജ്പേയിയും അരുൺ ജെയ്റ്റ്ലിയും സുഷമ സ്വരാജും എല്ലാം ഇരുന്നിട്ടുള്ള അതേ കസേരയിലാണ്, അതേ പദവിയിലാണ് ഇന്ന് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വിദ്വാൻ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുമ്പോൾ സത്യത്തിൽ ഈർഷ്യ തോന്നുന്നത്, എന്താ പറയുക, ഒരു പുച്ഛമൊക്കെ തോന്നുന്നത്, അല്ലെങ്കിൽ നമുക്ക് തന്നെ അയ്യേ എന്ന് തോന്നുന്നത് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വിദ്വാൻ ആ കസേരയിൽ ഇരിക്കുന്നത് കൊണ്ടാണ്.
പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയം പറയുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല. മറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, രാഹുൽ ഗാന്ധി ഇവിടെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ പോയി നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ, ഒരു വാക്ക്. മറ്റൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ, അത് 2002 നടന്നിട്ടുള്ള സംഭവമാണ്. ഇന്ത്യയുടെ സംവിധാനങ്ങളെയൊക്കെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അങ്ങ് പ്രസംഗിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മുന്നിലേക്ക് ഒരു വൃദ്ധൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാനൊരു പത്രപ്രവർത്തകനായിരുന്നു. മൊറാർജി ഭരിച്ചിരുന്ന സമയം ഇന്ദിരാഗാന്ധി വിദേശ രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്. മൊറാർജിയുമായി അനേകം കാര്യങ്ങൾ എതിർപ്പുണ്ടായിരുന്ന അവർ ഒരിക്കൽ പോലും ഇന്ത്യയെ ഇകഴ്ത്തി പുറം രാജ്യങ്ങളിൽ ചെന്ന് സംസാരിച്ചിട്ടില്ല. താങ്കൾ എന്താണ് ഇങ്ങനെ എന്നുള്ളതാണ്. ഒരക്ഷരം മിണ്ടാനായിട്ട് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയാൻ എനിക്ക് സത്യത്തിൽ താല്പര്യമില്ല. കാരണം ആ കസേരയ്ക്കൊരു മഹിമയുണ്ട്. ആ മഹിമ നഷ്ടപ്പെടുത്തുന്ന, അതിനെ കളങ്കം ഏൽപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമാണ് രാഹുൽ ഗാന്ധിയെ കാണാൻ കഴിയുക. എന്തായാലും ഈ രാഹുൽ ഗാന്ധിക്ക് അന്ന് ആ വൃദ്ധന്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ രാഹുൽ ഗാന്ധി സൈന്യത്തെ ജാതി പറഞ്ഞ് തരംതിരിച്ചിട്ടുള്ള, വർഗീയത ഭക്ഷണമാക്കിയിട്ടുള്ള, ഈ രാജ്യത്തോട് യാതൊരു തരത്തിലുമുള്ള കൂറുമില്ലാത്ത ഒരു മനുഷ്യനാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്നത് എന്ന് പറയുകയും ഇദ്ദേഹം പോയി കാണുന്നത്, ഈ വിദ്വാൻ വിദേശ രാജ്യങ്ങളിൽ പോയി കാണുന്നത് ഇന്ത്യയെ അട്ടിമറിക്കാൻ നടക്കുന്ന ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള ആളുകളെയാണ് എന്ന് കൂടി പറയുകയും ചെയ്യുമ്പോൾ ഈ രാജ്യത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളും, പല കലാപങ്ങൾക്കുള്ള ശ്രമങ്ങളും, പല തരത്തിലുള്ള ആക്രമണങ്ങളും, പല തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് സത്യത്തിൽ ഇവരുടെയെല്ലാം ഭാഗമായി നിന്നുകൊണ്ട്, ഇവരുടെയൊക്കെ പങ്കാളിത്തത്തോടുകൂടി രാജ്യത്ത് ഈ ഡീപ് സ്റ്റേറ്റിന്റെ അജണ്ട നടപ്പാക്കുകയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ നിങ്ങൾ പറയൂ, തെറ്റു പറയാൻ കഴിയുമോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമ്മുടെ ചാനൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്, നിങ്ങൾ ഉൾപ്പെടെ. മറ്റ് മാധ്യമങ്ങൾ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ നിങ്ങളോട് പറയുന്നുമുണ്ട്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, വലിയ സന്തോഷമാണ്. പക്ഷേ ഒരു സഹായം നിങ്ങളിൽ നിന്ന് വേണം. സഹായം എന്ന് പറയുന്നത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ദയവായി ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് അമർത്തണം. അത് ചാനലും തുറന്നാൽ മതി. ഇപ്പുറത്ത് നമ്മുടെ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്ന് പറയുന്ന ലോഗോയുണ്ട്. ലോഗോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചാനൽ തുറന്നു വരും. അതിൽ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ അമർത്തുക. തൊട്ടുപുറത്ത് ഒരു ബെല്ല്, ഒരു മണിയുടെ ചിത്രം കൂടി, അവിടെ കൂടി ഒന്ന് വിരലമർത്തുക. സഹായിക്കുക. ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. സൗജന്യമാണ്. ഒറ്റ മിനിറ്റ് മതി.